ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു വാട്ടർമെലൺ ബ്രൈൻ ബാഗ് ഉണ്ടാക്കിയാലോ. അതിനകത്ത് കോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി ആണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നുള്ളത് വീഡിയോ ആണ്. അപ്പൊ വീഡിയോയിൽ ഫുള്ള് കാണാൻ മറക്കരുത്. അപ്പൊ വീട്ടിലേക്ക് പോകാം. ബൈ. അപ്പോ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബുക്ക് മാർക്കാണ്. ഒരു പേപ്പർ എടുത്തതിന് ശേഷം അതിന് വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ കോർണർ ആയിട്ട് മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഒരു കോർണർ എടുത്തിട്ട് നടുക്കുള്ള ആ വരയുടെ സെന്ററിലോട്ട് മടക്കുക. ഇതിനകത്ത് മൊത്തം മടക്കലാണ് വരുന്നത്. എന്നിട്ട് ആ കിട്ടുന്ന പോർഷൻ മുകളിലോട്ട് ആ വരയുടെ അവിടെ നിന്ന് വെച്ച് മടക്കി കൊടുക്കണം. എന്നിട്ട് ആ രണ്ട് അറ്റവും എടുത്ത് മുകളിലോട്ട് മടക്കി കൊടുക്കുക, ഒരു ട്രയാങ്കിൾ പോലെ. അപ്പൊ ദാ ഇങ്ങനെ കിട്ടും. നല്ല ശക്തിയിൽ മടക്കണം. അങ്ങനെ രണ്ട് എഡ്ജും അങ്ങനെ മടക്കി കൊടുക്കുക. ഭയങ്കര എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കാൻ. അതായിട്ട് സൂക്ഷിച്ച് ചെയ്താൽ നല്ല വൃത്തിയിലും കിട്ടും. മടക്കിയതിന് ശേഷം ഈ രണ്ട് ട്രയാങ്കിൾ എടുത്ത് ഉള്ളിലോട്ട് മടക്കി കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. പറയുമ്പോ എത്രത്തോളം മനസ്സിലായിട്ട് എന്ന് എനിക്കറിയില്ല. അപ്പോ ഇത്രയും ചെയ്താൽ ഒരു ബുക്ക് മാർക്ക് റെഡിയാണ്. ഭയങ്കര അടിപൊളിയായിട്ട് ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല. എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഒരു ബുക്ക് മാർക്ക് തന്നെയാണ്. അടുത്തത് ഒരു കാർഡ് ബോർഡിലോ ഫോം ബോർഡിലോ ഇങ്ങനെ ഒരു വാട്ടർമെലൺ ഷേപ്പിൽ വെട്ടി കൊടുക്കുക. എന്നിട്ട് അതിന്റെ പുറകില് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബാഗിലൊക്കെ പിന്നോട്ട് കുത്തൂലേ ഒരു ഭംഗിക്ക്, അതേപോലെ ബാഗ് കുത്താതെ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പേപ്പർ എടുക്കുക. അതിനകത്ത് ഇതേപോലെ കളർ വാട്ടർമെലൺ തീമിൽ കളർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിന് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാക്കാനാണ് ഇങ്ങനെ വെട്ടി കൊടുക്കുക. ഓരോന്നിന്റെയും ബാക്കില് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്പൊ നമുക്ക് ആ ഡബിൾ സൈഡ് ടേപ്പ് റിമൂവ് ചെയ്താൽ കിട്ടുമല്ലോ. അങ്ങനെ ഇത് സാധാരണ പോലെ റോൾ ചെയ്തെടുത്താൽ നമ്മളുടെ വാഷി ടേപ്പ് റെഡി ആയി. അപ്പൊ ഞാൻ വാഷി ടേപ്പ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മളൊരു മിനി ബുക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ സാധാരണ ഒരു പേപ്പർ മടക്കൂലേ, അതേപോലെ ഒരു A4 പേപ്പർ മടക്കി കൊടുക്കുക. അതിനുശേഷം അതിന്റെ ഓപ്പൺ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ, അല്ല, ക്ലോസ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിന് ക്ലോസ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു പേജ് പോലെ ഓപ്പൺ ആകും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മിനി ബുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഭയങ്കര ഈസിയാണ്. എന്റെ ഫേവറേറ്റ് വേ ആണ്. അല്ലാതെ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ ഭയങ്കര ടൈം എടുക്കും. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ മിനി ബുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോ ഒരുപാട് പേജസും ഉണ്ട് നമുക്ക്. അപ്പൊ അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ക്വിഷിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു A4 പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ നടുക്കുന്ന് വെച്ച് മടക്കിയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ലൈൻ മീൻസ് മടക്കുമ്പോൾ ലൈൻ വരുമല്ലോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മടക്കുക. ഈ രണ്ടാമത്തെ മടക്ക് നെസസറി അല്ല, വേണമെങ്കിൽ മടക്കിയാൽ മതി. അപ്പൊ ഞാൻ മടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തതിന് ശേഷം അത് നമുക്ക് നിവർത്തണം. അപ്പോ ഇങ്ങനെ നിവർത്തിയതിനു ശേഷം ഉള്ളിൽ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. ഞാനിപ്പോ ഒരു അളവെടുത്തിട്ടാണ് സർക്കിൾ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിന് അളവെടുക്കാം. ഞാനിപ്പോ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് അളവെടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വലുത് വേണോ അത്രയും വലുത് വെച്ച് അളവെടുക്കാം. അപ്പൊ ഞാനിങ്ങനെ ഒരു സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് അതിൽ ഇതേപോലെ കിട്ടും. അപ്പോ അത് നമുക്ക് ഇതേപോലെ കളർ ചെയ്തെടുക്കാം. വാട്ടർമെലന്റെ തീമിൽ കളർ ചെയ്തെടുക്കുക. അതിനുശേഷം ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്യുക. നോട്ട് ദ പോയിന്റ് മൊത്തം ക്ലോസ് ചെയ്ത് ഒരു ചെറിയ പോർഷൻ വിട്ടേക്കണം ഇതേപോലെ. അതിൽ നമുക്ക് പഞ്ഞി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഐറ്റമോ നിറച്ചു കൊടുക്കുക. ഈ പഞ്ഞീനെക്കാളും എനിക്കിഷ്ടം പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. എന്നിട്ട് അത് സീൽ ചെയ്ത് കൊടുക്കുക നമുക്ക്. അപ്പൊ നമുക്ക് ഇതേപോലെ സൂപ്പർ ആയിട്ട് ഒരു സ്ക്വിഷ് കിട്ടും. അങ്ങനെ നമ്മുടെ മിനി ബുക്കും എല്ലാം കളർ ചെയ്തെടുക്കണം. ഞാൻ മിനി ബുക്ക് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബുക്ക് മാർക്ക് ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ബാഗിലൊക്കെ ഒട്ടിച്ച് വെക്കുന്ന സാധനവും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കളർ ചെയ്തതിനു ശേഷം നമുക്കിനി ഇത് പാക്ക് ചെയ്താണ് എടുക്കേണ്ടത്. നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പൊ ഈ മിനി ബുക്കിൽ വെക്കുന്നത്. നിങ്ങൾക്ക് കോമൺ ആണോ റെയർ ആണോ എപ്പിക് ആണോ കൊടുക്കുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ എണ്ണങ്ങൾ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോ ഇത് എപ്പിക് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയെല്ലാം ഇത് കവറിലോട്ട് പാക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു കവർ പോക്കറ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഒരു സിമ്പിള് കളർ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മള് ഈ ഒരു ഞാനിങ്ങനെ വര വെച്ചിട്ട് ഒരു കട്ട് ചെയ്യുന്ന ചിഹ്നം. അതിനുശേഷം നമ്മളുടെ ഓരോ സാധനങ്ങളായിട്ട് ഓരോ ബാഗിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഞാൻ ആദ്യം തന്നെ സ്ക്വിഷിയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ സീൽ ചെയ്ത് കൊടുക്കുക. എല്ലാ അറ്റവും ഓപ്പൺ ആയത് സീൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിതാ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു മെയിൻ ആയിട്ട് ഒരു ബാഗ് പോലെ ഒരു ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ 6 ഉണ്ടാക്കിയിട്ടുണ്ട്. 6 എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ശരിക്കും ഞാൻ ഈ മെയിൻ ബാഗ് ഡിസൈൻ ചെയ്തപ്പോ ഇച്ചിരി കോളായി പോയി. പക്ഷെ ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തല്ലേ. ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഞാൻ അതിന്റെ ബാക്കിൽ കോമൺ റെയർ എപ്പിക് ലെജൻഡറി എന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഉള്ളിലോട്ട് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഈ വലുതാണ്. നമ്മുടെ മെയിൻ സാധനം സ്ക്വിഷ് ആണല്ലോ, അത് ആദ്യം ഫില്ല് ചെയ്യുക. അപ്പൊ അത് ഏറ്റവും ലാസ്റ്റ് കിട്ടും. അങ്ങനെ അതേപോലെ അതിന് മുമ്പിലായിട്ട് എല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അത് സീൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ കോമൺ ആണ് കൊടുക്കുന്നതെങ്കിൽ കോമൺ അതിന്റെ ഉള്ളിൽ എഴുതിയിടണേ. ഞാനിപ്പോ എപ്പിക്കാണ് കൊടുക്കുന്നത്, അപ്പൊ ഞാൻ അത് എഴുതിയിട്ടിട്ടുണ്ട്. ഇനി എല്ലാം നമ്മൾ സീൽ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ സീലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾ ശരിക്കും ഇത് 6 മിനിറ്റ് ഒന്ന് കാണുന്നെന്ന് കരുതിയിട്ട്, പക്ഷെ ഇത് എന്റെ മണിക്കൂറുകളത്തെ കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ബൈ.